സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ഒഴികെയുള്ള 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കരമനയാറ്റിലും പത്തനംതിട്ട മണിമലയാറ്റിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് നരിക്കുനിയും കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തേക്ക് ആദ്യം രജീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മഴ കനക്കുകയാണ്. ഏറെ നാളായി നമ്മളൊരു മഴയ്ക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ മഴയോടൊപ്പം തന്നെ മഴക്കെടുതികളും വരുന്നതാണ് നമ്മളെ ആശങ്കയിലാക്കുന്നത്. വലിയ ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങ് വടക്കോട്ടാണെങ്കിലും സംസ്ഥാനത്താകെ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ എന്താണ് അവസ്ഥ? നല്ല മഴയുണ്ടോ? ജിൻസി, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് തെളിഞ്ഞൊരു കാലാവസ്ഥ അതുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ മഴയില്ല. ഇന്നലെയൊക്കെ മഴയുണ്ടെങ്കിൽ കൂടിയും ഇന്ന് രാവിലെ മഴ തിരുവനന്തപുരം നഗരത്തെ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിലാണ് അതിനൊരു സാധ്യതയുള്ളത്. 5 ജില്ലകളിൽ, മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ പെട്ടെന്ന് ഒരുപാട് മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് 3 ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. 3 ജില്ലകളിലാണ് ഈ ഒരു സാധ്യത കാണുന്നത്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. അതായത് തുടർച്ചയായി 2 ദിവസം അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കോഴിക്കോട്, ഒപ്പം തന്നെ വയനാട് ജില്ലകളിലും മലപ്പുറം ജില്ലകളിലും ഉള്ളവരാണ് ജാഗ്രത പാലിക്കേണ്ടത്. 3 ജില്ലകളിലാണ് തുടർച്ചയായി 2 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ളൊരു സാധ്യത പ്രവചിക്കുന്നത്. കൂടാതെ തന്നെ നാളെ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണം. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ജാഗ്രത ഉള്ള പ്രദേശങ്ങളിൽ അന്നുള്ള ആളുകൾ മാറി താമസിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ മാറി താമസിക്കുന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ കൂടുന്ന സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലൊക്കെ തന്നെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലേക്കുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പോകുന്നതിനുള്ള വിലക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റും ഒപ്പം തന്നെ നല്ല ശക്തമായ മഴയ്ക്കും തന്നെയാണ് കേരളത്തിൽ നിന്ന് സാധ്യതയുള്ളത്. ജിൻസി.